സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ? Because I think that is the reason I really like Kerala. Like there's many people who support me. ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആകുമ്പോൾ കോമ്പറ്റീഷൻ ആണ് കൂടുതൽ. നമുക്ക് തരില്ല. നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കോമ്പറ്റീഷൻ ഈ വർക്ക് പിടിക്കാൻ അങ്ങനെ ഇപ്പൊ ഞാനും രഞ്ജുവും ജിജീസ് ഞാൻ രഞ്ജു അനീസ് ഈ നമ്മള് സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ ടൈമിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരും ഉണ്ടായിട്ടില്ലല്ലോ. സോ നമുക്ക് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണ്. ജാനു ഇതാ വർക്ക് ഇപ്പൊ ഞാൻ ജിജിക്ക് വിളിച്ച് ജിജിസ് 2 ദിവസം ഫ്രീ ആണ്. ജാനു ഞാൻ പോവാ ചോദിക്കില്ല. പക്ഷെ ഇപ്പൊ പുതിയ എന്റെ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ 99% മേക്കപ്പ് ആർട്ടിസ്റ്റ് ടോപ്പ് ലെവൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് മൈ സ്റ്റുഡന്റ് ആണ്. കാരണം ഞാൻ വന്ന ടൈമിൽ ഈ മേക്ക് ഓവർ സെഷൻ കംപ്ലീറ്റ്ലി മാറി. ഒബ്വിയസ്ലി യുനോ ഞാൻ 2 ടൈറ്റിലില് എനിക്ക് പബ്ലിക്കലി കിട്ടുന്നത് ദ ക്വീൻ ഓഫ് മേക്കപ്പ് ഹിന്ദു എനിക്ക് തന്നെ, പിന്നെ മലയാളം മനോരമ തന്നെ ദ മ്യൂസിക്കൽ ഹാൻഡ്. അങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിലപ്പോ ഇന്ന മോഡലിൽ കിട്ടിയിട്ടില്ല അല്ലേ. പക്ഷെ ആ ടൈമില് നമുക്ക് ആർക്കോ ഞാൻ മേക്കപ്പ് ഉണ്ട് എന്റെ ബ്രൈഡിലുണ്ടോ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ കൊണ്ടു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഭയങ്കര ഒരു ഇങ്ങനെ വർക്ക് പിടിക്കാം, ഇങ്ങനെ നമുക്ക് മാത്രം പിടിക്കാം, നമ്മളത് എങ്ങനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം. That's not called competition. I think that is not at all competition. Yes. It should be very healthy competition. With as a professionally is personal life you have to be very good friends. എനിക്കൊന്ന് പഠിക്കുമ്പോഴേ അവർ അതിന്റെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവരെക്കാൾ നന്നായിട്ട് ചെയ്യണം, എനിക്ക് അവർ ചെയ്ത തെറ്റ് അങ്ങനത്തെ രീതിയിലേക്ക് മാറി ഇപ്പൊ കുറെ കാര്യങ്ങള്. നമുക്ക് അങ്ങനെ കുറെ പണ്ട് നമ്മള് കുറെ ഷെയറിങ്. ഞാൻ രഞ്ജു ചിലപ്പോൾ റിമി ചേച്ചിയുടെ ഡേറ്റ് ഞാനും രഞ്ജു കുറെ കൂടെ വർക്ക് ചെയ്യുന്നത്. കാരണം റിമി ടൊമ്മിയും ഗാനമേള സംന ഡാൻസിങ് ഉണ്ടാവും. സംനക്ക് ഒരു ദിവസം രഞ്ജു ചെയ്യുന്ന എന്തെങ്കിൽ റിമിക്ക് ഞാൻ ചെയ്യും. എങ്ങനെ പോലെ രേസിയാനത്തില്ലേ കോമഡി സ്റ്റാർ ഉണ്ടല്ലേ, ശ്വേത ചേച്ചി, മീര, റിമി ചേച്ചി, നമ്മള് 3 മേക്കപ്പ് ആർട്ടിസ്റ്റ് വൺ ഡേ അങ്ങോട്ടും എല്ലാ ദിവസവും ഈ മേക്കപ്പ് റൂമിൽ പോകും. അലാസി ചോദിക്കുന്നത് നിങ്ങൾ ആരൊക്കെ മേക്കപ്പ് ഞാൻ പിന്നെ പൈസ കൊടുക്കുന്ന ബില്ല് മാത്രം മതിയല്ലേ. സോ അതാണ് ആ സ്നേഹം, ആ എന്താ പറയുക കംഫർട്ടബിലിറ്റി. റിമി ചേച്ചിയുടെ ഫസ്റ്റ് മേക്ക് ഓവർ ഞാൻ ചെയ്തത്. മഞ്ജു ചേച്ചി തിരിച്ചു വന്ന ഒബിയസ്ലി നോഡ് നൈജീരിയാസ് ഫോട്ടോഷൂട്ട് സ്റ്റൈൽ തുടങ്ങുന്ന മനോരമ തുടങ്ങുന്ന ടൈമിൽ ഞാനുണ്ടായി. നമുക്ക് അതിനെ പറഞ്ഞ ആ ടൈം വാസ് വെരി ഗോൾഡൻ ടൈം. ആ ആൾക്കാർ ഭയങ്കര ഡെഡിക്കേറ്റ്. പണ്ട് നമ്മള് പൈസക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, പ്രൊഫഷണൽ. നമുക്ക് എത്ര പൈസ അതാ കുഴപ്പമില്ല. നമ്മള് രാത്രി 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എക്സാക്ട്ലി. സോ അങ്ങനെ ഒരു ഡിഫറൻസസ് വന്നു. അഭിഷേക് ഇപ്പൊ ഒരു മോഡലിംഗിലേക്കൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരുന്നു എന്നല്ല ആണ് ഇപ്പോഴും വർക്കിംഗ് ആണ്. സ്റ്റിൽ വർക്കിംഗ് ആണ്. എഞ്ചിനീയർ ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. പിന്നെ എന്നെ നോക്കണ്ടേ. അതെ എനിക്കില്ല. അതെ. അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം എടുത്ത് മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ മോഡലിംഗും കാര്യങ്ങളും. ഇടയില് ഇപ്പൊ മോഡലായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യണില്ല. നമ്മളൊരു മോഡലിംഗ് കമ്പനി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിന് 1-2 വർക്ക് നമ്മൾ ചെയ്തു. പിന്നെ ഈ കൊളാബറേഷൻസ് അങ്ങനത്തെ പരിപാടി എല്ലാം ആയിട്ട് പോകുന്നു.